പിന്നെ ഏറ്റവും വലിയ ഒരു ആള് ശ്രുതി ഹാസനാണ്. ഇനി ആ പുള്ളിക്കാരി അഭിനയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആർട്ടിഫിഷ്യലിൻ്റെ അങ്ങ് ഏറ്റവും കുഴപ്പമില്ല, വേണമെങ്കിൽ ലോക്കിക്ക് വേണ്ടി അല്ലെ സൂപ്പർ സ്റ്റാറിന് വേണ്ടി കണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും ലിയോ ഫാർ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഉപേന്ദ്രയും അമീർ ഖാൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ക്യാമിയോ റോളിൻ്റെ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. കൊള്ളാം ബ്രോ. നല്ല പടം. കൊള്ളായിരുന്നു ബ്രോ. നല്ല പടം ബ്രോ. നല്ല പടം 3 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. നല്ല പടം. ആവറേജ്. കൊള്ളാം ചേട്ടാ, കുഴപ്പമില്ല. സിനിമ പടം നന്നായിട്ടുണ്ട് കേട്ടോ. മേക്കിംഗ് കാര്യമെല്ലാം കൊള്ളാം. രജനീകാന്തിൻ്റെ എല്ലാവരും ആക്ടിങ് എല്ലാം പൊളിയായിട്ടുണ്ട്. പിന്നെ മസ്റ്റ് വാച്ച് ഇത്രേ ഉള്ളൂ. കൊള്ളായിരുന്നു ബ്രോ. നല്ല മൂവി ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എൻഗേജിങ് ആയിരുന്നത്. പിന്നെ ഇങ്ങനെ നല്ല നല്ല മൂമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. BGM ഒക്കെ അടിപൊളിയായിരുന്നു. അടിപൊളി പടം. ഹൈപ്പിനൊത്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. പടം വലിയ രസമില്ല. നല്ല പടമാണ്. നൈസ് ബ്രോ, അടിപൊളി. നല്ലതാണ് നല്ല പടമാണ്. വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ പോയി കഴിഞ്ഞാൽ യു വിൽ ബി ഡെഫിനറ്റ്ലി ഹാപ്പി. വലിയ കുഴപ്പമില്ല, കണ്ടിരിക്കുക അത്രേ ഉള്ളൂ. ഓൺ ടൈം വാച്ച് അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, വേണമെങ്കിൽ ലോക്കിക്ക് വേണ്ടി അല്ലെ സൂപ്പർ സ്റ്റാറിന് വേണ്ടി കണ്ടിരിക്കും. കിടിലം പടം. അടിപൊളിയാണ് ബ്രോ. ഹോറർ സൈറ്റ് കൊള്ളാം, അടിപൊളിയാടാ, കിടിലം. സോബിനൊന്നും രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാണാനുണ്ട്. BGM ആയിരുന്നാലും BGM ഉള്ളൂ അതിൽ. BGM പാട്ടും ആ കറക്റ്റ്. ഉപേന്ദ്രയും അമീർ ഖാൻ്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഒരു ക്യാമിയോ റോളിൻ്റെ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ല. പക്ഷേ ഇത് കൊള്ളാം, പക്കയായിട്ടുണ്ട്. സോബിന് അവൻ്റെ പടം തന്നെയാണിത്. അടിപൊളി പടം. കുഴപ്പമില്ല ബ്രോ. അത് അത്രയ്ക്ക് ലോകേഷിൻ്റെ മറ്റു പടങ്ങളെ പോലെയൊന്നുമല്ല, കൊള്ളത്തില്ല. കുറേ ക്യാമിയോസും അങ്ങനെ ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഒരു ആള് ശ്രുതി ഹാസനാണ്. ഇനി ആ പുള്ളിക്കാരി അഭിനയിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആർട്ടിഫിഷ്യലിൻ്റെ അങ്ങ് ഏറ്റവും കൊള്ളാട്ടോ, നല്ല പടം. കൊള്ളാം. കുഴപ്പമില്ലായിരുന്നു ബ്രോ, അത്രേ ഉള്ളൂ. എനിക്ക് നമ്മൾ പ്രതീക്ഷിച്ച് വന്ന ആ ഒരു എക്സ്പെക്ടേഷൻ അനുസരിച്ച് സിനിമ നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഉയർന്നിട്ടില്ല. എന്താ പറയുക, കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. കാര്യം ലോകേഷ്, സൂപ്പർ സ്റ്റാർ രജനീകാന്ത് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത്യാവശ്യം ഭയങ്കര എക്സ്പെക്ടേഷൻ ആണല്ലോ. ഒട്ടും അങ്ങോട്ടും. എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടിലും ലിയോ ഫാർ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കുഴപ്പമില്ല.